ദുരന്തർ നല്ല സിനിമയാണ്. ദുരന്തർ ആദ്യ പാട്ടിനെക്കാട്ടി എനിക്കിഷ്ടപ്പെട്ടത് സെക്കൻഡ് പാട്ടാണ്. സെക്കൻഡ് പാട്ട് നമ്മൾ എന്താണോ പ്രതീക്ഷിച്ചത് അതിൻ്റെ മുകളിലാണ് സിനിമ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു നഷ്ടവും വരില്ല. ഗ്യാരണ്ടി സിനിമയാണ്. നമ്മളൊരു തിയേറ്ററിൽ എന്താണോ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് വരുന്നത് അതിൻ്റെ മുകളിലാണ്. 100% ഗംഭീര സിനിമയാണ് ദുരന്തർ എന്ന് പറയുന്നത്. നല്ല രസമുള്ള സിനിമയാണ്. നമ്മൾ എന്ത് പ്രതീക്ഷിച്ചോ അതിൻ്റെ മുകളിലാണ് സിനിമ. അത് ഓരോ സീനുകളും നമുക്ക് എടുത്തെടുത്ത് പറയാനുള്ളതാണ്. ഇത് ആദ്യത്തെ പാട്ടിൽ ഈ രൺവീർ സിംഗിന് ഇത്രയും പെർഫോമൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ രണ്ടാം പാട്ടിലേക്ക് കടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അയാളുടെ റേഞ്ച് മാറി. ഒരു പാൻ ഇന്ത്യൻ നടൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ പെർഫോമൻസ് കൊണ്ട് വിജയിപ്പിച്ച സിനിമയാണ്. അതുപോലെ മാധവൻ, അതുപോലെ ഇതിൽ നായികയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. നല്ല രസമുള്ള സിനിമയാണ്. ഇതിൻ്റെ ഓരോ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. അതുപോലെ ഇതിൻ്റെ സ്റ്റണ്ടാണെങ്കിലും ഇതിൻ്റെ മാസ് സീനുകളാണെങ്കിലും ഇതിൻ്റെ സ്ഫോടനങ്ങൾ ഒക്കെ ഭയങ്കര പ്രതീക്ഷയായിട്ട് നമുക്ക് തിയേറ്ററിൽ കാണാൻ പറ്റുന്ന ഒരു നഷ്ടമില്ലാത്ത ഗംഭീര പ്രകടനമുള്ള നല്ല സ്ക്രിപ്റ്റ്, നല്ല ഡയറക്ഷൻ, നല്ല BGM എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള അടിപൊളി സിനിമയാണ്. ഗ്യാരണ്ടി പടം. പാകിസ്ഥാൻ അത് ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം ക്രിക്കറ്റ് കളി നടക്കുമ്പോൾ എന്താ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? നമ്മുടെ രാജ്യത്തിരുന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തിനെതിരെ സംസാരിക്കുന്ന ആൾക്കാരല്ലേ? അങ്ങനെയൊന്നുമില്ല. അവരവർക്ക് അവരവരുടെ രാജ്യം തന്നെയാണ് വലുത്. നമ്മുടെ രാജ്യത്ത് നിൽക്കുമ്പോൾ നമ്മൾ ഇന്ത്യൻ പൗരനല്ലേ. അപ്പം നമ്മൾ ഇന്ത്യനെ നമ്മൾ അംഗീകരിക്കുള്ളൂ. പാകിസ്ഥാനെ നമ്മൾ അംഗീകരിക്കേണ്ട ആവശ്യം എന്താ? അതിൻ്റെ ആവശ്യം നമുക്കില്ല. പാകിസ്ഥാനിൽ ഇവിടെ ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഇന്ത്യൻ തന്നെയാണ്. നമ്മളിപ്പോൾ മുസ്ലിംസിനെ കാണുമ്പോൾ നമ്മളവർ പാകിസ്ഥാനിൽ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഇന്ത്യയിലുള്ളവരെല്ലാം ഇന്ത്യയിലുള്ളവർ തന്നെയാണ്. അത് ഈ പറഞ്ഞതുപോലെ ഈ ടെററിസം കൊണ്ടു നടക്കുന്ന, അതായത് ഈ ഭീകരപ്രവർത്തനങ്ങൾക്ക് താല്പര്യപ്പെടുന്നവരാണ് പാകിസ്ഥാനെ ആയാലും മറ്റ് രാജ്യങ്ങളായാലും അനുകൂലിച്ച് പറയുള്ളൂ. പാകിസ്ഥാൻ നമ്മളെ അയൽ രാജ്യമാണെങ്കിലും നമ്മളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം അവർക്ക് എപ്പോഴും നമ്മുടെ രാജ്യത്തെ ആക്രമിക്കുക എന്നുള്ള ഒരു മനസ്സ് മാത്രമേ ഉള്ളൂ. ഇതൊന്നും നമ്മളിപ്പോൾ ഇവിടെ പറയുന്നില്ല. കാരണം ഇതിനെക്കുറിച്ചുള്ള കാര്യമല്ല നമ്മളിവിടെ പറയുന്നത്. തിയേറ്ററിൽ സിനിമ കാണുക, നമ്മൾ സിനിമയായിട്ട് തന്നെ കാണുക. നമ്മൾ ഓരോ വ്യക്തികളുടെയും പോയിൻ്റ് ഓഫ് വ്യൂവിൽ സിനിമ കാണാതിരിക്കുക. ഇപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതെന്ന് വെച്ചുകൊണ്ട് നിങ്ങൾ സിനിമ കാണണമെന്നല്ല ഞാൻ പറയുന്നത്, നിർബന്ധിക്കുകയല്ല. പക്ഷേ നിങ്ങൾക്കൊരു സിനിമ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നഷ്ടം വരില്ല. സിനിമ അത്ര ഗംഭീര പടം. ഇപ്പം വയലൻസ് കട്ടായി പോയിട്ടുണ്ടാവും. കാരണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് തല വെട്ടിയിട്ട് ഫുട്ബോൾ കളിക്കുന്നുണ്ട്. മനസ്സിലായോ? അത്ര ഇതിലും ഒറിജിനലായിട്ട് ഭീകരന്മാർ ചെയ്യുന്ന എന്തൊക്കെ പ്രവർത്തനങ്ങളാണ്? ഭീകരപ്രവർത്തനത്തിൽ എന്താ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? അപ്പോൾ ഒരു ഭീകരപ്രവർത്തനത്തിനെതിരായിട്ടുള്ള ഒരു സിനിമ ചെയ്യുമ്പം അത്രത്തോളം വയലൻസ് ആ സിനിമയിലുണ്ടെങ്കിൽ അത് ഹിറ്റാവുള്ളൂ. വെറുതെ കാണിച്ചിട്ട് കാര്യമില്ല. കാരണം തല വെട്ടിയിട്ട് ഫുട്ബോൾ കളിക്കുകയാണ്. ഇതിലേക്കാട്ട് ക്രൂരമായി പീഡനങ്ങൾ അനുഭവിപ്പിക്കുന്നില്ലേ തീവ്രവാദികൾ? അത്രയും സീനുകൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയെങ്കിലാണ് സിനിമയായിട്ട് മാറുകയുള്ളൂ. അപ്പോൾ ആ സിനിമയായിട്ട് തന്നെ കാണുക. പിന്നെ നോട്ട് നിരോധനം എങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രത്തിൽ നടപ്പാക്കിയത്, നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിയതിനെ കുറിച്ചുള്ള പൂർണ്ണ വിവരവും ഈ സിനിമയിലുണ്ട്. പിന്നെ അജിത് ഡോവൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പ്രഭാവം അത് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ട്. അജ്ഞാതരായി വെടിയേറ്റ് പല തീവ്രവാദികളും മരിക്കുന്നുണ്ട്. ഓരോ തീവ്രവാദികൾ ഇന്ത്യയിൽ സ്ഫോടനം നടത്തിയിട്ടുള്ള ഓരോ തീവ്രവാദികൾക്ക് എന്ത് സംഭവിച്ചു, അവരെങ്ങനെ മരിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ദുരന്തർ. അതുപോലെ മാത്രമല്ല ദാവൂദ് ഇബ്രാഹിമിന് എന്ത് സംഭവിച്ചു എന്നുള്ളതിന് വരെയും ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ദാവൂദ് ഇബ്രാഹിമിനെ കുറിച്ചുള്ള പൂർണ്ണ വിവരം നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സിനിമ കാണുക. ഇപ്പം ദാവൂദ് എങ്ങനെയാണ്, ദാവൂദ് ഇബ്രാഹിം ആരാണ്, അല്ലെങ്കിൽ ഓരോ ഭീകരപ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഇന്ത്യയിൽ നടപ്പാക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് പൂർണ്ണ സിനിമ തന്നെയാണ്.